മിഡിൽ ക്ലാസ് ഫാമിലിയായിട്ട് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യ ആസ് എ ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് 360 ഡിഗ്രി ആൻഡ് സൂപ്പർ റിയാലിറ്റി എക്സ്പോ. ആദ്യം നമ്മൾ ചേർന്നത് ഒരു പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ ഒരു ലോകത്തേക്കാണ് കേട്ടോ. അവിടെ നമ്മൾ സ്ഥിരം കാണുന്ന ചെറിയ ചെറിയ പക്ഷികൾ മുതൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി പക്ഷികൾ അടക്കമുണ്ട്. പിന്നെ കോഴികളുടെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, പല വെറൈറ്റി ആയിട്ടുള്ള കോഴികളും കാര്യങ്ങളൊന്നും. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തില്ല, കാരണം എല്ലാവരും സ്ഥിരം കാണുന്ന ഒരു ഇതായതുകൊണ്ട് തന്നെ വീഡിയോയിൽ എടുത്തില്ല. പിന്നെ ഇങ്ങനെയുള്ള പ്രാവിൻ്റെ തന്നെ കുറേ കൂട്ടങ്ങളുണ്ട്, അതും കൂടുതലായിട്ടൊന്നും ഞാൻ എടുത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള ഇതിനെയൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നതാണ്. പക്ഷേ ഇവരുടെ ലോകം വളരെ വലുതാണെന്ന് തന്നെയാണ് പറയാനുള്ളത് കേട്ടോ. എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ചുണ്ടോട് ചുണ്ടൊരുമി നിൽക്കുന്ന പ്രണയത്തിൻ്റെ പ്രതിബിംബമായ ലവ് ബേഡ്സും കൂടാതെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ചില കിളികളും ഒക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. കൂടാതെ നമ്മൾ പറയുന്ന വിഷയത്തിൽ നിന്ന് ശകലം മാറിപ്പോയി. എന്തായാലും നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ A to Z കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എപ്പോഴിത് തുടങ്ങും, ടിക്കറ്റിൻ്റെ റേറ്റ് എത്രയാണ്, അതേപോലെ തന്നെ ഇത് എത്ര മണിവരെയുണ്ട്, അവധി ദിവസങ്ങൾ ഏതൊക്കെ സമയങ്ങളിലാണ് ഇതുള്ളത്, ശനി ഞായർ ഏതൊക്കെ ദിവസങ്ങളിലാണ്, ഏതൊക്കെ ടൈമുകളിലാണ് ഇത് ഓപ്പൺ ആവുന്നത്, അങ്ങനെ A to Z ആയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസും ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. പിന്നെ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുകയും കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി തരികയും ചെയ്യണേ. ഭീകരമായ മുഖം വെച്ചിട്ട് നമ്മളെ പേടിപ്പെടുത്തുന്ന രീതിയിൽ നിന്ന് നമ്മളോട് കളിക്കൂട്ടുകാരനായി കൂടുന്ന ഈ പറയുന്ന ഇഗ്വാനയും ഭയങ്കരമായി പേടി തോന്നുന്ന പെരുമ്പാമ്പ് പോലിരിക്കുന്ന ചെറിയ സൈസിലുള്ള പൈത്തണുകളും, ചെറിയ സൈസ് എന്ന് വെച്ചാൽ അത്യാവശ്യം വലുതാണ്, എന്നാൽ വലിയ പെരുമ്പാമ്പിൻ്റെ അത്രയും ഒന്നുമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള ഒത്തിരി കാഴ്ചകളും ഈ പെരുമ്പാമ്പിനെയൊക്കെ കാണുമ്പോൾ നമ്മൾ പേടിച്ചു പോകുന്ന നമ്മുടെ കളിക്കൂട്ടുകാർ കളിപ്പാട്ടം പോലെ നമുക്ക് എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജീവിയാണ് ഇതെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാവും. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ദേവമോനൊരാഗ്രഹം, അതായത് അവൻ്റെ കയ്യിലൊന്നും പാമ്പിനെ ചുറ്റണമെന്ന്. അങ്ങനെ അവൻ്റെ ആഗ്രഹം സാധിക്കാനായിട്ട് നമ്മുടെ കയ്യിലൊന്നും പാമ്പിനെയൊക്കെ ചുറ്റി അവന് ഒരു സന്തോഷം കിട്ടാനായിട്ട് ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ ഫുള്ളി ഹാപ്പിയായി കേട്ടോ. അപ്പോഴാണത് അപ്പുറത്തിരുന്ന ചേട്ടൻ നമ്മുടെ ഇഗ്വാനെ എടുത്തിട്ട് കയ്യെ വെക്കുന്നത്. ഇഗ്വാനെ സ്നേഹത്തോടെ തന്നെ അതേ പുള്ളിയുടെ അടുത്തോട്ട് പോക്കും കേട്ടോ. പുള്ളി അവിടെ നിന്ന് ഉറക്കെ പറയുന്നുണ്ട്, എന്നെ നക്കുന്നുണ്ട് എന്നൊക്കെ കേട്ടോ. അപ്പം നമ്മളുടെ ഈ വീഡിയോയിൽ ഒത്തിരി കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. പിന്നെ ഇതിനെ എടുക്കുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. നമ്മൾ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാലും ഇതിനെ അമക്കുകയും അതേപോലെ ഇത് അനങ്ങി കഴിയുമ്പോൾ കൈ പിടിച്ച് കുടഞ്ഞ് എറിയുക, ഇതൊന്നും ചെയ്യരുത്. ഇത് അപ്പം തന്നെ ചത്തു. അത്രയ്ക്ക് ഒരു ജീവിയാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ പിടിച്ച് കൈതിൽ ധൈര്യമുള്ളവർ മാത്രം ചെയ്യുക. ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് പറയാനുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന കുറേ മീനുകളുടെ ലോകങ്ങളുണ്ട്. മീനുകളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നമ്മളെ ബോറടിപ്പിക്കുന്ന രീതിയിൽ ചവറ് പോലെ ഒന്നുമില്ല, എന്നാൽ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കാഴ്ചകൾ കാണിക്കുന്ന മീനുകളുണ്ട്. അതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മീനെ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ കുഞ്ഞ് കൈയും കൊണ്ട് പോയപ്പോഴത്തേക്ക് ഇത് വാ തുറന്ന് വരുന്നു. വിശന്നിട്ടാണോ കടിക്കാനാണോ എന്നറിയത്തില്ല. പുള്ളി എന്തായാലും നല്ല കലിപ്പിനാണെന്ന് തോന്നുന്നു. കൊച്ചു കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാവും ഇവിടെ കേട്ടോ. നിങ്ങൾ ഒരിക്കൽ വരുമ്പോൾ എന്തായാലും തീർച്ചയായും കുട്ടികളെ കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കണം. കാരണം കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ള അടിപൊളി ഒരു സംഭവമാണ് ഇത് കേട്ടോ. പിന്നെ ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 100 രൂപയാണ്. അപ്പം 100 രൂപ കൊടുത്ത് നമുക്ക് അകത്ത് കയറിയാലും നല്ല മുതലാണ്. പക്ഷേ ഈ പാമ്പിനെ കൈവെക്കാൻ, ഇഗ്വാനെ കൈവെക്കാൻ ഇതിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് പൈസ എടുക്കണം. 50 രൂപയാണ് അതിനെയൊക്കെ കൈവെക്കുന്നതിന്. പിന്നെ ഇവിടെ ഈ ഫിഷിനെയും കാണുന്നത് ബാക്കിയുള്ള കാണുന്നതെല്ലാം ഫ്രീ ആണ്. ബാക്കി എല്ലാം ഫ്രീ ആണ്. പിന്നെ കുറേ സ്റ്റാളുകളുണ്ട്. അങ്ങനെയുള്ള സ്റ്റാളുകളുടെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അത് നമ്മൾ ഏത് ഫെസ്റ്റിന് പോയാലും അങ്ങനെ കുറേ സ്റ്റാളുകൾ കാണാൻ കഴിയും. പിന്നെ എനിക്ക് ഏറ്റവും വിചിത്രമായി തോന്നിയത് ഈ ഒരു കിളിയാട്ടോ. ഈ കിളി നമ്മൾ എവിടെ പോയാലും കാണുന്നതാണ്. പക്ഷേ ഈ കിളിയെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന ഒരു കാര്യങ്ങളും അത് ശ്രദ്ധിക്കുന്നതേ ഇല്ല. പക്ഷേ അത് നൈസായിട്ട് വന്ന് എനിക്ക് തന്ന പണി കണ്ടോണേ. ആ കമ്പയെ ചുറ്റി പതുക്കെ നടന്ന് വന്നിട്ട് ആളിയെ നേരെ വന്ന് ഒറ്റ സ്പീഡിൽ വന്നിട്ട് എൻ്റെ ഫോണിൻ്റെ ക്യാമറയ്ക്ക് ഇട്ട് ഒരൊറ്റ കൊത്ത്. ദൈവാധീനം കൊണ്ട് ഞാൻ അപ്പുറത്തുനിന്ന് അപ്പം തന്നെ ഫോൺ ശകലം പുറമോട്ട് മാറ്റിയില്ല. ആ ഊട്ടയ്ക്കതോടെ എൻ്റെ ക്യാമറ കൊത്തി പൊളിച്ചേനെ അത്. പിന്നീട് അഭ്യാസപ്രകാരം കലിപ്പിച്ചുള്ള നോട്ടമായിരുന്നു. ആദ്യം കമ്പയിലേക്ക് ഒന്ന് എടുത്ത് പിടിച്ചെങ്കിലും ഊട്ടയ്ക്കതോടെ കലിപ്പിച്ചെന്നെ എന്നൊരു നോട്ടമൊക്കെ നോക്കിയിട്ടാണ് ആളിൻ്റെ പ്രകടനം തുടങ്ങിയത്. ആരടാ നീ എന്നായിരുന്നു പുള്ളിയുടെ ഒരു ഭാവം. ഇതിനെ ഡയമണ്ട് പ്രാവുകൾ എന്നാണ് അറിയപ്പെടുന്നത്. കാട്ടിലൊക്കെ ഇത് പൊതുവേ കാണപ്പെടുന്ന ഒരു പ്രാവാണ്.
എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കാട്ടിൽ കയറിയപ്പോൾ ഒത്തിരി വട്ടം ഈ പ്രാവുകളെ കണ്ടിട്ടുണ്ട്. ഇതിനെ കാട്ടുപ്രാവ് എന്നൊക്കെ പറയപ്പെടാറുണ്ട്. പിന്നെ ദാ ഈ കാണുന്നതാണ് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മുള്ളംപന്നി പൊളി കേട്ടോ. ഇതിങ്ങനെ ഇരിക്കുന്നെങ്കിൽ ഈ രോമം ഒന്നും സോഫ്റ്റ് അല്ല. പിന്നെ ഇതാണ് നമ്മൾ പ്രതീക്ഷിച്ച് വന്ന സാധനം. ഇതിൻ്റെ ഫുൾ വീഡിയോസും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. എന്ന് വെച്ചാൽ വീഡിയോ അവരുടെ സിനിമയുടെ വീഡിയോ അല്ല, നിങ്ങൾക്ക് വരേണ്ട ടൈമും കാര്യങ്ങളും എല്ലാം നിങ്ങളിപ്പോൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത്. ഇത് നമ്മളെയും കൊണ്ടൊരു പോക്ക് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന റൂട്ടിൽ എവിടെയാണോ അവിടം കൊണ്ട് നമ്മളെ ഏതാണ്ട് ഒരൊറ്റ പോക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുപോകും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൻ്റെ അകത്ത് ഒരു 3-4 ഫിലിം അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫിലിം ഫുള്ളായിട്ടൊന്നും എടുത്തില്ല ഞാൻ. ഇതിൻ്റെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്, അതിൻ്റെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അത് കണ്ടതിന് ശേഷം നിങ്ങൾ അവിടെ പോയി കാണുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നമ്മളെ ഇതിൽ കാണുമ്പോൾ നമ്മൾ എത്രത്തോളം ഭംഗി ആസ്വദിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ പോയി കാണുകയാണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും. സൂപ്പർ സംഭവമാണ്. നമുക്കൊരു 100 മാർക്ക് കൊടുക്കാൻ പറ്റിയ അടിപൊളി പരിപാടി തന്നെയാണ്. നമ്മുടെ കൊല്ലം ആശ്രമം മൈതാനം എന്ന ലൊക്കേഷൻ വെച്ച് പോയി കഴിഞ്ഞാൽ കറക്റ്റ് ഇവിടെ എത്തും കേട്ടോ. ആ ഒരു സംഭവം ഞാൻ പറയാൻ വിട്ടുപോയി. അങ്ങനെ നമ്മൾ കരയിലുള്ളതും കടലിലുള്ളതും പിന്നെ ആകാശത്തൂടെ പോകുന്നതും മഞ്ഞുമലയിലൂടെ പോകുന്നതും അങ്ങനെ പല രീതിയിലായിട്ടാണ് ഈ സിനിമ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നവർ. അപ്പം ഒരു 3D 12D എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഈ സംഭവം നമ്മളെ ഒരു ഇതിൽ കയറ്റിയൊക്കെ കൊണ്ടുപോവാണ്. പേടിപ്പിക്കുകയും സ്നേഹിക്കുകയും കളിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു അടിപൊളി പ്രോഗ്രാമാണ്. കൊച്ചു കുട്ടികൾ തൊട്ട് ആസ്വദിക്കുന്ന ഒരു പ്രോഗ്രാമാണ് കേട്ടോ ഇത്. അപ്പം അങ്ങനൊരു പരിപാടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. കുട്ടികളെ മാക്സിമം ഇത് പങ്കെടുപ്പിക്കുക. അപ്പം ഞങ്ങളുടെ ഈ നല്ല ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും പോയി കണ്ടിട്ട് അതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ ഇതിൻ്റെ അതിൽ ഇവരുടെ ഫോൺ നമ്പർ അടക്കം ഞാൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ അവധി ദിവസങ്ങളിൽ ശനി ഞായറും ഒക്കെ ടൈം കൂടുതലുണ്ട് കേട്ടോ. ഞങ്ങൾ കണ്ട ആ പോസ്റ്റർ ഒന്നുകൂടെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം ബൈ. അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ കൂടെ കണ്ടിട്ടേ പോവുള്ളേ.